ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമായി മാറുമ്പോൾ അതുപോലെ തന്നെ വിപത്തായി നിൽക്കുന്ന അഴിമതിക്കെതിരെയും പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിൽ അഴിമതിക്കെതിരെ ധൈര്യത്തോടെ പോരാടാൻ പുതിയ തലമുറയ്ക്ക് ആവേശം നൽകാൻ വേണ്ടി നടൻ നിവിൻ പോളിക്ക് പുതിയ പദവി നൽകിയിരിക്കുകയാണ് സർക്കാർ. വിജിലൻസ് വകുപ്പാണ് ഇതിന് മുൻകൈയെടുത്തത്. അതായത് അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നുകൊണ്ട് പ്രൊജക്ട് സീറോ എന്ന വമ്പൻ പദ്ധതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ വിജിലൻസ് കമാൻഡോയായി നടൻ നിവിൻ പോളി വിജിലൻസ് വിസിൽ മുഴക്കിയിരിക്കുന്നു. നിവിൻ പോളിയെപ്പോലെയുള്ള ആക്ഷൻ ഹീറോ താരങ്ങൾക്ക് മാത്രമേ യുവതലമുറയ്ക്കിടയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു പദവിയും ചുമതലയും നിവിൻ പോളിക്ക് നൽകിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം കൊണ്ടുവന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയും യുവാക്കൾ ലഹരിക്കടിമകളാകുന്ന സംഭവത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഈ പറയുന്ന പ്രൊജക്ട് സീറോ എന്ന പുതിയ പരിപാടിയും യുവാക്കളിൽ അഴിമതിയുടെ ഭീകരത പറഞ്ഞുകൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയാണ്. അതിനാൽ നിവിൻ പോളിയുടെ ഈ ചുമതല ഏറെ ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് അംബാസഡറായി അല്ലെങ്കിൽ ഇങ്ങനെ കമാൻഡോകളായി നിൽക്കുന്നവർ നല്ല മെസ്സേജ് സമൂഹത്തിന് നൽകണം എന്നുള്ളതാണ്. അതിവിടെ നിവിൻ പോളി വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കിയാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. യുവജനങ്ങൾക്കുള്ള പ്രതിജ്ഞ നിവിൻ പോളി തന്നെ ചൊല്ലിക്കൊടുത്തു. അഴിമതി എന്നാൽ കേവലം പണം വാങ്ങുന്ന കൈക്കൂലി മാത്രമല്ലെന്ന് നിവിൻ പോളി അവിടെ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ മറ്റെന്താണ് എന്നുള്ളത് അറിയാൻ കുട്ടികൾക്കും കൗതുകമുള്ളൊരു വാക്കുകളായി പിന്നീട് മാറി. ഒരു വ്യക്തിയുടെയോ വിദ്യാർത്ഥിയുടെയോ അർഹമായ അവസരങ്ങൾ ഇല്ലാതാക്കുന്നതും അഴിമതിയുടെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊടുത്തു. എത്ര പഠിച്ചാലും കുറുക്കുവഴികളിലൂടെ പോകുന്നവർക്കാണ് വിജയം എന്നൊരു തോന്നൽ പലർക്കുമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് സമൂഹത്തിന് ദോഷകരമാണെന്നും അദ്ദേഹം പറഞ്ഞുകൊടുത്തു. പണവും അധികാരവും കൊണ്ട് മെറിറ്റിനെ മറികടക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസം അത് ഈ സമൂഹത്തിൽ നിന്ന് മാറണമെന്നും നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നിരാശയുണ്ടാകുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്നും നിവിൻ പോളി കേരളത്തോട് പറഞ്ഞു കൊടുക്കുന്നൊരു പരിപാടിക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. ശരിക്കും ഇതാണ് സത്യമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ശരി. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ യുവാക്കളിൽ എത്തിക്കാൻ കെൽപ്പുള്ളവരാണ് ഈ യുവനടന്മാർ എന്നറിയുമ്പോഴാണ് അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് കുഴിയിൽ ചാടിപ്പിക്കുന്ന രീതിയിൽ നിന്നും സർക്കാർ നല്ല രീതി പ്രോത്സാഹിപ്പിക്കുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുമ്പോൾ തന്നെ യുവതലമുറയ്ക്ക് നല്ലൊരു വഴികാട്ടിയായി സർക്കാർ മാറുന്നു എന്നുള്ളതിൻ്റെ സൂചന ലഭിക്കുകയാണ്. പുതിയ തലമുറ ഇവിടെ ചോദ്യം ചെയ്യുന്നവരായി മാറിയിട്ടുണ്ട്. അങ്ങനെ പ്രതികരണ ശേഷിയുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഭരണ സംവിധാനത്തെ പടുത്തുയർത്താൻ കഴിയൂവെന്നും അതിനായി ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഒരു യുവനടൻ പറഞ്ഞതോടെ പ്രൊജക്ട് സീറോ കേരള ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ഏടായി മാറുകയാണ്. നമുക്ക് ആ ദൗത്യത്തിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. വടക്കൻ സെൽഫി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പോൾ ഉമേഷ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റീൽസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാം. അപ്പോൾ അതിനകത്ത് ഞാൻ അജു വർഗീസിൻ്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താണ്, അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് പലതവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കൂട്ടുകാരുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇത് ഞാൻ അജുവിനെതിരെ പറയുന്നതല്ല കേട്ടോ, ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിരുന്നു. ആക്ഷൻ ഹീറോ ബിജു എന്നായിരുന്നു എൻ്റെ പേര്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ വലിയ ഇടിക്കാരനുള്ള പോലീസുകാരനൊന്നല്ലെങ്കിലും ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ ക്ഷമയോടുകൂടി കേൾക്കുന്ന, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമൂഹം നിലനിൽക്കുന്നത് നിയമത്തിലുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഗവൺമെൻറ്റിലും നമ്മുടെ നിയമത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. അപ്പോൾ എന്നാണോ ആ നിയമത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നത്, ആ സമൂഹവും പതുക്കെ തകരാൻ തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഒരു പണം കൊണ്ട് കൊടുക്കുന്ന ഒരു കൈക്കൂലി മാത്രമല്ല അഴിമതി എന്നുള്ളത്. ഒരു വ്യക്തിയുടെ അവസരം ഇല്ലാതാക്കുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ അവസരം ഇല്ലാതാവുന്നത്, എത്ര പഠിച്ചാലും കുറുക്ക് വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയമെന്ന് ഉണ്ടാക്കുന്ന ഒരു തോന്നൽ. ഇല്ലെങ്കിൽ നമുക്ക് എത്ര മെറിറ്റ് ഉണ്ടെങ്കിലും പണവും അധികാരവും കൊണ്ട് ഇതെല്ലാം മറികടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, ഇതെല്ലാം കറപ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു അഴിമതിയുടെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നേരായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുണ്ടാക്കുന്ന ഒരു തോന്നലാണ്. നമ്മൾ എത്ര നന്നായി പ്രവർത്തിച്ചാലും ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അപ്പുറത്ത് പണവും അധികാരം കൊണ്ട് മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അത് മാറാൻ ഈ മൂവ്മെന്റ് സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള മാറ്റങ്ങൾ തുടങ്ങേണ്ടത് ഒരു വലിയ ഓഫീസുകളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കോളേജുകളിലും നമ്മുടെ സ്കൂളുകളിലും അത് തുടങ്ങണം. അതിനുള്ള ഓറിയന്റേഷൻ കുട്ടികൾക്കും യുവാക്കൾക്കും നൽകാൻ മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും സാധിക്കണം. നമ്മൾ കോപ്പി അടിക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കുക, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ നല്ല സുഹൃത്തുക്കളുടെ വിജയവും കഴിവുകളെയും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുക. അല്ലെങ്കിൽ നമ്മളെ മോശമായ വഴിയിലൂടെ നടത്തുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ശ്രമിക്കുക. ഇപ്പം ഞാൻ വടക്കൻ സെൽഫി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പോൾ ഉമേഷ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റീൽസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാം. അപ്പോൾ അതിനകത്ത് ഞാൻ അജു വർഗീസിൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗുണ്ട്, എന്താണ്, അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് പലതവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കൂട്ടുകാരുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇത് ഞാൻ അജുവിനെതിരെ പറയുന്നതല്ല കേട്ടോ, ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ വീട്ടിൽ പലപ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെയുള്ള സംസാരം വരുമ്പോൾ, സിനിമകൾ ഇറങ്ങുമ്പോൾ, പ്രൊമോഷൻസ് വരുമ്പോൾ എല്ലാം മകൻ എന്നോട് ചോദ്യം ചെയ്യാറുണ്ട് പല കാര്യങ്ങൾ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചില്ല എന്നുള്ള ചോദ്യം ചെയ്യാറുണ്ട്. അപ്പം എനിക്കിത് ആദ്യമേ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയെങ്കിലും പുതിയ തലമുറയിൽ ഞാൻ കാണുന്നൊരു കാര്യമാണ്, അവർ ചോദ്യം ചെയ്യും, അവർ തെളിവുകൾ ആവശ്യപ്പെടും, അവർ അക്കൗണ്ടബിലിറ്റി എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യുന്നിടത്ത് നമുക്കൊരു കിട്ടുന്നതൊരു ധൈര്യമാണ്. നിയമം കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അധികാരികളെ നിർബന്ധിതരാക്കുന്ന ഒരു കാര്യമുണ്ട്. കള്ളത്തരങ്ങൾ ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിനനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിയമവും അധികാരവും മുന്നോട്ട് പോകുന്നത് വളരെ വലിയൊരു തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ആൻറ്റി കറപ്ഷൻ എന്നുള്ളത്. അത് സിനിമയിലും സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടിലും പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാവട്ടെ. ഇതിന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ളൊരു ഗവൺമെൻറ്റും പോലീസും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് സത്യസന്ധമായി ധൈര്യത്തോടു കൂടി നിങ്ങൾ കാണുന്ന ഓരോ അഴിമതികളും നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ പറ്റണം, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് നിങ്ങൾ മുന്നിലേക്ക് നിൽക്കണം. അതിനുള്ള എല്ലാ ഉറപ്പും ഈ ഗവൺമെൻറ്റും പോലീസും ഇതിൻ്റെ കൂടെയുള്ള എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനും ചെയ്യുന്നതാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ആദ്യത്തെ സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് അവസരം കിട്ടാനുള്ള കാരണം ഞാൻ അവതരിപ്പിച്ചൊരു സ്കിറ്റാണ്. ഞങ്ങളൊരു 3-4 പേര് അവതരിപ്പിച്ചൊരു സ്കിറ്റാണ്. ആ സ്കിറ്റിൻ്റെ ആദ്യത്തെ ലൈൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആ ലൈൻ ഇങ്ങനെയാണ്: പ്രതികരണ ശേഷിയുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടത്തെ പടുത്തുയർത്താൻ സാധിക്കൂ.